വളരെ പെട്ടെന്ന് വെക്കാവുന്ന ഒരു മെഴുക്കുവരട്ടി നോക്കിയാലോ? എന്തൊക്കെയാണെന്ന് നോക്കാം. കണ്ടോ, ഇത് രണ്ടുമാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. വേറൊന്നുമല്ല, കൂർക്ക കുറച്ച് ഞാൻ റെഡിയാക്കി വെള്ളത്തിലിട്ടു. അതുപോലെ തന്നെ ഒരു 8-9 കഷ്ണം ഉള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് മുറിച്ചെടുക്കണം. നമുക്കൊരു പാത്രത്തിലേക്ക് എടുക്കാം. ഇതെല്ലാം കൂടെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. നമ്മൾ അടുപ്പത്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഒന്നും മൂടി കൊടുക്കാം. അപ്പോൾ അവിടെ ഇരുന്ന് വേകട്ടെ. അതിനുള്ള ആവശ്യത്തിനുള്ള സാധനം നമുക്ക് അടുത്ത റെഡിയാക്കാം. അടുത്ത സാധനം എന്നാന്ന് വെച്ചാൽ മുളകാണ്. മുളകും ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പൊടിച്ചിട്ട് വരാം. നമ്മൾ ഉള്ളി മുളകൊക്കെ നല്ലതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, കല്ല് വെച്ച് പൊടിച്ചെടുത്തതാണ്. ഇനി നമുക്ക് അടുപ്പ വെച്ച സാധനം തിളച്ചോന്നറിയണ്ടേ? തിളച്ച ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ടോന്ന് തുറന്ന് നോക്കാം. അപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കൂടെ മതി, അത് വെന്ത് കിട്ടും. അപ്പം നമുക്ക് ബാക്കി റെഡിയാക്കാം. നമുക്കിനി വെന്താന്ന് നോക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വെച്ചിട്ട്. അപ്പോൾ സാധനം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി റെഡിയാക്കിയിടാം. അത് ഇറക്കി വെച്ച് വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്. മുളക് പൊടി നമുക്കൊന്ന് മൂപ്പിച്ചിടണം. ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായപ്പോൾ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിച്ചപ്പോൾ നമ്മൾ ഉപ്പിട്ടില്ലായിരുന്നു. അപ്പം ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയല്ല, ചിലവർ കുരുമുളക് ഇട്ട് വെക്കുന്ന കാണാം. ഞങ്ങൾക്ക് ഇഷ്ടമില്ല കുരുമുളക് ഇട്ട് വെക്കാൻ. വേറൊന്നുമല്ല, കൂർക്കാട ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും കുരുമുളക് ഇട്ടാൽ. അപ്പോൾ മുളക് പൊടിയാണെങ്കിൽ ആ ടേസ്റ്റ് കൂർക്കാട തന്നെയായിട്ട് നിൽക്കും. വലിയ കുഴപ്പമില്ല. പക്ഷേ കുരുമുളക് ഇട്ടാൽ ടേസ്റ്റ് മാറിപ്പോകും. അതുകൊണ്ടാണ് ഞങ്ങൾ കുരുമുളക് ഇടാത്തത്. അപ്പോൾ ഇത് മൂപ്പിച്ച് അങ്ങോട്ട് ഇട്ടാൽ നമ്മുടെ കറി റെഡി. മുളക് പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് പോലും തയ്യാറാക്കാൻ പറ്റിയ രീതിയിലുള്ള മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അറിയാവുന്നവർ ഒരുപാട് പേരുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ ഇതിട്ടത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ ബൈ.